നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. കാരണം പലരും കണ്ടിട്ടുണ്ടാവും, ഞാനിവിടെ ഭക്തിഭജന ഗാനാലാപനം നടത്തുന്നു 4 മണിക്കൂറാട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ലോകത്തിൽ ഇങ്ങനെ ഒരാൾ തന്നെ 4 മണിക്കൂറൊക്കെ നിന്ന് പാടുന്നത്? അത് ഇടതടവില്ലാതെ പാടാണ്. മറ്റുള്ളവർക്കൊക്കെ ടൈം ഉണ്ടാവും, ഓർക്കസ്ട്ര സെറ്റിംഗ് അത് ഇത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഭജന സംവിധാനം നിങ്ങളുടെ നാടുകളിലുള്ള ഏത് ക്ഷേത്രത്തിലേക്കും, നാരായണ ഗുരുവിനെ ഒഴികെ ആൾദൈവങ്ങൾക്കൊന്നും പാടില്ല കേട്ടോ, അല്ലാത്ത ഏത് ദേവതകൾക്കും, അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ, മുസ്ലിം പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ, അവരുടേതായ കീർത്തനങ്ങൾ എഴുതി അവരുടേതായ രീതിയിൽ തന്നെ എഴുതി ഞങ്ങളിവിടുന്ന് ടീം വന്ന്, ഓർക്കസ്ട്ര ടീം വന്ന് നിങ്ങൾക്ക് ഭജന നടത്തി 2.5 മണിക്കൂറുണ്ടാവും. അവിടെ 4 മണിക്കൂറല്ല. അപ്പം നിങ്ങളുടെ ദേവതകളുടെ തന്നെ പാട്ടുകൾ എഴുതി തരും. പിന്നീട് ആ പാട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് തരും, റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് തരും. അപ്പോൾ സാധാരണക്കാരായ ഏതൊരു ക്ഷേത്രത്തിലേക്കും വേണമെങ്കിൽ എടുക്കാം. അതുകൂടാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഗാനങ്ങൾ വേണമെങ്കിൽ അങ്ങനെ തരും. പിന്നെ അയ്യങ്കാളിയെക്കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും, അംബേദ്കറെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും, മന്നത്ത് പത്മനാഭനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരും, ചട്ടമ്പിസ്വാമിയോ, നിങ്ങൾക്ക് ആരാണോ വേണ്ടത്. മനുഷ്യർ ദൈവങ്ങളായവരെ മാത്രം ഞാനിവിടെ അംഗീകരിക്കില്ല. അല്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വാഴ്ത്തി എഴുതിത്തരാം, അവരുടെ കഴിവുകളൊക്കെ. അതേപോലെ നിങ്ങളുടെ ഏത് ദേവതയായാലും അത് നിങ്ങൾ പറയുന്ന താളത്തിൽ, ഈണത്തിൽ എഴുതിത്തരാം. കാരണം ഇവിടെ എല്ലാ ഈണവും താളവും, കല്യാണി, മധ്യമാവധി, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. സ്പീഡ് വേണമെങ്കിൽ സ്പീഡ്, മെലഡി വേണമെങ്കിൽ മെലഡി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഞാനിവിടെ പാടി റെക്കോർഡ് ചെയ്ത കീർത്തനങ്ങളുണ്ട്. അതിൻ്റെ 2 വരി നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ ഉത്സവ സീസണിൽ എവിടെ വേണമെങ്കിലും വരാം. നമ്മുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളൊക്കെ തുള്ളി മറിയും. ആ ലെവലാണ്, അതിൻ്റെ ലെവലിലേക്ക് തന്നെ വരുത്തും, ഒരു തർക്കമില്ല. അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. ചാർജസൊക്കെ അവർ നിങ്ങളോട് പറയും. അവിടെ വന്ന് ഫുൾ സെറ്റപ്പോടുകൂടി നിങ്ങളുടെ ദേവതകളുടെ കീർത്തനമാണ്, അല്ലാതെ പ്രണവമലയിലെ കീർത്തനമല്ല കേട്ടോ. നിങ്ങളുടെ ദേവതകൾ, നിങ്ങൾ ഏത് ദേവതയായാലും ആ ദേവതകളെക്കുറിച്ചുള്ള 2.5 മണിക്കൂർ ഭജന ഫുൾ നിങ്ങളുടെ ദേവതകളെക്കുറിച്ച്, മെലഡിയും അതുപോലെ മധ്യമാവധിയും എല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക്. ഇനി സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. ഏ പെണ്ണേ എന്താടി പെണ്ണെ നീ എന്താടി ചിരിക്കാത്തേ, ഏ പെണ്ണേ എന്താടി പെണ്ണെ നീ എന്താടി ചിരിക്കാത്തേ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി, അതൊക്കെ എഴുതി തരും. ഇത്ര ദിവസം മുമ്പ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വന്നിട്ട് ചെയ്തു തരും. അപ്പോൾ വേണമെന്നുള്ളൊരു സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. അതൊരു വലിയ സമ്മാനമാണ്. ഇതെല്ലാം ദേവതകളെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഏത് ലോകത്താണെങ്കിലും, ഇനി പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണ്, എവിടെ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന രീതിയിലുള്ള കീർത്തനങ്ങളുമായി വന്ന് നിങ്ങൾക്ക് ഭജന ചെയ്തു തരും. നിങ്ങളുടെ ആഹ്ലാദത്തിമുറപ്പിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള കഴിവ് എനിക്ക് എന്തായാലും ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തിരുപേരമംഗലത്തപ്പ എൻ തിരുപേരമംഗലത്തപ്പ എൻ തിരുപേരമംഗലത്തപ്പ. തിരുമുമ്പിലെത്തി തിരുരൂപം കണ്ട് തൊഴുതു നിന്നിടുമ്പോൾ എന്നാഗദേവ. തിരുമുമ്പിലെത്തി തിരുരൂപം കണ്ട് തൊഴുതു നിന്നിടുമ്പോൾ എന്നാഗദേവ. അലറിത്തെ മർത്തമ്മ പ്രണവമാലയിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി. ആളിത്തെ മർത്തമ്മ അലറിത്തെ മർത്തമ്മ പ്രണവമാലയിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി. ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം, എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം. ശംഭുവേ ശങ്കര എന്നും വിളിച്ചിടാം, എന്നെയും തിരുമുമ്പിൽ എത്തിക്കണം. കണ്ടുവോ നീയൻ കൃഷ്ണനെ, പ്രണവമല വാഴും കണ്ണനെ. കണ്ടുവോ നീയൻ കൃഷ്ണനെ, പ്രണവമല വാഴും കണ്ണനെ. ആണ്ടിപ്പണ്ടാരമേ മോഹന രൂപമേ, നിന്നടയിൽ അണയാൻ മോഹമായി. കാവടിയാടിയാടി ഓടിയെത്താം നിൻ മുന്നിൽ, കാവടിയാടിയാടി ഓടിയെത്താം.